വിവാഹമോചനം എത്രയും വേഗം നടത്തി കൊടുക്കണമെന്നാ ഗിരി പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാ, പാർവതിക്കൊരിക്കലും, പാർവതിക്കെന്നല്ല ആർക്കും ഇത്രയും നല്ലൊരാളെ ഭർത്താവായി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ എന്റെ മുന്നിൽ വരുന്ന ഡിവോഴ്സ് കേസുകളിൽ 99% പരസ്പരം ഈഗോ കൊണ്ട് നടക്കുന്ന 100 പ്രശ്നങ്ങളുള്ളവരാ. അവരെ പോലും ഒന്നിപ്പിച്ച് വിടാനാ ഞാൻ ശ്രമിക്കാറുള്ളത്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്കിടയിൽ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയായി കൊടുക്കണം പാർവന്. കാര്യകാരണ സഹിതം എല്ലാം ഞാൻ മാഡത്തിനോട് പറഞ്ഞതല്ലേ. എനിക്ക് സിദ്ധുവിനോടൊപ്പം ജീവിക്കണമെങ്കിൽ ഈ ഡിവോഴ്സ് നടന്നേ പറ്റൂ. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. വിവാഹമോചനം എന്നൊക്കെ പറയുമ്പോ ഇന്നോ നാളെയോ നടക്കില്ല, അതറിയാലോ. അതിനതിൻ്റെതായ സമയമെടുക്കും. മ്യൂച്വൽ എഗ്രിമെന്റിലാണ് കോടതി ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നതെങ്കിൽ 1 വർഷം ജുഡീഷ്യൽ സെപ്പറേഷൻ അനുവദിക്കും. അപ്പൊ മ്യൂച്വൽ എഗ്രിമെന്റ് മതിയല്ലോ. മതി. മ്യൂച്വൽ എഗ്രിമെന്റ് മതിയോ? മതി മതി. അവിടെ ഇരിക്കുന്ന ക്ലർക്കിന്റെ ഡിവോഴ്സ് പെറ്റീഷൻ വാങ്ങിച്ചോളൂ. ഓക്കെ. ഇപ്പൊ തന്നെ ഫില്ലപ്പ് ചെയ്യണമെന്നില്ല. വീട്ടിൽ ചെന്ന് സാവകാശം ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി. തീരുമാനത്തിന് മാറ്റം ഇല്ലെങ്കിൽ ഇനി വരുമ്പോ മാരേജ് സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുവരണം. ഓടിപ്പിടിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യമല്ലേ ഇത്. നമ്മുടെ ലൈഫിന്റെ കാര്യമല്ലേ. തന്നെയല്ല, ഇതൊരു എക്സ്ട്രാ ഓർഡിനറി കേസാണ്. ഒരു തെറ്റും ചെയ്യാത്ത 2 പേര് തമ്മില് വിവാഹമോചനത്തിന് ശ്രമിക്കുന്നു. താങ്ക് യു. ഒരുപാട് നന്ദിയുണ്ട് ഗിരേട്ടാ. എന്തിന്? വാക്ക് പാലിച്ചതിന്. പാറുവിനിപ്പോ സന്തോഷായില്ലേ? എന്തൊക്കെയോ വലിയ കെട്ടുപാടുകളിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയ അവസ്ഥയിലാണ് ഞാനിപ്പോ. ഇനി സിദ്ധുവിനെ കൂടെ കണ്ടെത്തിയ എനിക്ക് സമാധാനാവും. ഞാനൊരു വാക്ക് പറഞ്ഞ അത് വാക്കാ പാറു. നമുക്ക് ഡോക്ടറെ അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് കണ്ടെത്താം. ഡോക്ടർ കയ്യില് പാറുവിനെ ഏൽപ്പിച്ച് കല്യാണം നടത്തി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. സിദ്ധുവിനെ കണ്ടെത്തും വരെ എന്റെ ഭാഗത്തുനിന്ന് ഗിരിയേട്ടന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഗിരിയേട്ടൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായി നമുക്ക് അഭിനയിക്കാം. ഗിരിയേട്ടന്റെ സഹോദരിമാരെ വിഷമിപ്പിക്കുന്ന ഒരു പെരുമാറ്റവും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഞാൻ കാരണം അവരുടെ ഭാവിക്ക് ഒരു ദോഷവും വരില്ല.